ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാത്സ് എക്സാമിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ മാത്സ് എക്സാമിൻ്റെ റിവ്യൂവിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മാത്സിൻ്റെ റെക്കോർഡ് സത്യം പറഞ്ഞാൽ വെള്ളിയാഴ്ച കളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച. അപ്പോൾ ഞാൻ കരുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു ബുക്കൊക്കെ വാങ്ങിച്ച് അതിനകത്ത് പ്രൊസീജിയർ ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ എഴുതി മൊത്തം എടുക്കേണ്ടി വരും, ബുക്ക് കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആകപ്പാടെ ഒരുമാതിരി ഇരുന്നതാണ്. എങ്കിലും ഞാൻ ഞായറാഴ്ച ഇരുന്നിട്ട് മാത്സിൻ്റെ ഒരു ലാബൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ നോക്കിയ ലാബൊക്കെ എന്തിനാണോ എന്തോ ഞാൻ നോക്കിയത്, പക്ഷെ അതൊന്നും അല്ല എനിക്ക് വന്നതെന്ന്. അപ്പോഴേ ഞാൻ ലാബ് ഏതോ ഒന്നോ രണ്ടെണ്ണം അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ പിന്നെ അല്ലാണ്ട് ഞാൻ ക്ലാസ് കണ്ട് ഒരു ബുക്കിനകത്ത് എനിക്ക് വേണ്ട നോട്ട്സൊക്കെ എഴുതി ആ നോട്ട്സ് വെച്ച് പഠിച്ചിട്ടാണ് ഞാൻ പോയത്. പിന്നെ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടാണ് പോയത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എടുത്ത് നോക്കിയൊന്നുമല്ല, അത് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ഉണ്ട്, ഞാൻ അത് കണ്ടിട്ടാണ് മാത്സിൻ്റെ ലാബിന് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലാബായിരുന്നു മാത്സിൻ്റെ ലാബ്. ഞാൻ ഭയങ്കര പേടിച്ചിട്ടൊക്കെയാണ് പോയത്, കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ സ്കൂളിൽ ചെന്നപ്പോഴത്തേക്കും മൊത്തം കുഴകുഴാന്നൊക്കെ ആവുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഏതൊക്കെ ലാബാണ് വരുന്നതെന്നുള്ളത് ഞങ്ങളുടെ എക്സാമിന് ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ മുന്നേ അങ്ങനെ ഞങ്ങൾക്ക് അറിയാൻ പറ്റി. പിന്നെ ഞങ്ങൾ ഇരുന്നിട്ട് ആ ചോദിക്കുന്ന ഉറപ്പുള്ള ആ ലാബ് ഞങ്ങൾ ലാപ്പിലൊക്കെ ജസ്റ്റ് ഒന്ന് ചെയ്തൊക്കെ നോക്കിയിട്ടാണ്, അധികം ഒന്നോ രണ്ടോ എണ്ണങ്ങാണ്ടൊക്കെ ചെയ്ത് നോക്കിയിട്ടാണ് ഞങ്ങൾ എക്സാമിന് പോയത്. അപ്പോൾ റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല എക്സാം ആയിരുന്നു, നല്ലോണം ചെയ്യാൻ പറ്റി. എനിക്ക് 6 ലാബ് കിട്ടിയത് 6 ലാബും കിട്ടി. അപ്പോൾ എനിക്ക് കിട്ടിയ ലാബ് എന്ന് പറയുന്നത് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്, വാല്യൂ ഓഫ് ഫംഗ്ഷൻസ്, ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്, പിന്നെ ഏതായിരുന്നു ഫംഗ്ഷൻസ്, പിന്നെ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ. ഇത്രയായിരുന്നു, ഈ 6 ലാബായിരുന്നു എനിക്ക് കിട്ടിയത്. അതിൽ ഞാൻ ഫസ്റ്റ് ചെയ്തത് എനിക്ക് നല്ലോണം അറിയാവുന്ന വാല്യൂ ഓഫ് ഫംഗ്ഷൻ, പിന്നെ ഞാൻ ചെയ്തത് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്, പിന്നെ ഞാൻ മൂന്നാമത് ചെയ്തത് ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്, നാലാമതാണ് ഞാൻ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ചെയ്തത്, പിന്നെ അഞ്ചാമത് ഞാൻ ചെയ്തത് ഫംഗ്ഷൻസ് ആയിരുന്നു. ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു ഞാൻ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ചെയ്തത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് മൊത്തത്തിൽ അങ്ങോട്ട് കൺഫ്യൂഷനായി, ഏത് ഇന്റർവെൽസ് എടുക്കുമ്പോൾ എക്സ് ആക്സിസിലാണോ വൈ ആക്സിസിലാണോ എടുക്കേണ്ടത് ഒന്നും അറിയാൻ വയ്യ. ഞാനങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് ബ്ലാങ്ക് ആയി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്നിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ എഴുതി വന്നു. അവസാനം വന്നപ്പോഴാണ് ഞാൻ ഡൗട്ട് വെച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എക്സ് ആക്സിസിൻ്റെ ഇൻ്റർവെൽസ് ആയിരുന്നു എടുക്കുന്നത്. പിന്നെ ഞാൻ എക്സ് ആക്സിസിൻ്റെ ഇൻ്റർവെൽസ് ആ ചെയ്ത ലാബ് ഞാൻ ഒന്നുകൂടെ പോയിട്ട് വെച്ചാൽ മൊത്തം കളഞ്ഞിട്ടില്ലായിരുന്നു, ഹൈഡ് ആക്കിയിട്ടേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഹൈഡ് ആക്കിയത് വീണ്ടും ഞാൻ ഹൈഡ് മാറ്റി പോയിട്ട് ഞാൻ അതിൻ്റെ ഇൻ്റർവെല്ലൊക്കെ മാറ്റിയൊക്കെ എഴുതി. അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലാബായിരുന്നു, നല്ലോണം ചെയ്യാനൊക്കെ പറ്റി. ഞാൻ ചെയ്ത 4 എണ്ണത്തിലുള്ള മാർക്ക് എന്തായാലും എനിക്ക് കിട്ടും. പിന്നെ എൻ്റെ റെക്കോർഡിൻ്റെ ബുക്ക് എനിക്ക് തിങ്കളാഴ്ച, അതായത് ഇന്നലെ എനിക്ക് രാവിലെ സ്കൂളിൽ ചെന്നപ്പോൾ കിട്ടുകയും ചെയ്തു, അതുകൊണ്ട് അതിൻ്റെ മാർക്ക് ഉണ്ട്. പിന്നെ വൈവയായിട്ട് എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഉത്തരം ഞാൻ എന്തോ പൊട്ടത്തെറ്റാണ് പറഞ്ഞത്. അത് കാരണം പിന്നെ ആ ടീച്ചർ പുള്ളിക്കാരി എന്നെ നോക്കി ചിരിച്ചാ ശരി ശരി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പോയി. എന്നോട് പിന്നെ കൂടുതലൊന്നും ചോദിച്ചില്ല, അതുകൊണ്ട് പിന്നെ ഞാനും കൂടുതലൊന്നും പറയാനൊന്നും നിന്നില്ല. പിന്നെ നമ്മളെല്ലാം എഴുതി ടൈ ചെയ്ത് കൊടുത്തു, അത്രയൊക്കെ ഉള്ളായിരുന്നു. നിങ്ങൾക്ക് ലാബ് എങ്ങനെ ഉണ്ടായിരുന്നു ഇല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കിനി നാളെ ലാബില്ല, എനിക്കിനി വെള്ളിയാഴ്ച ഉള്ളൂ, അത് സുവോളജി ലാബാണ്. അതോടുകൂടി ഞങ്ങളുടെ ലാബ് എക്സാം കഴിയാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ ആയിട്ട് നാളെ വരാം. ഇന്നിപ്പോൾ നമുക്ക് കുറച്ച് റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.